എന്നുള്ളതാണ്. പക്ഷേ പബ്ലിക് ഫിനാൻസിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത ഒരാളാണ് ഈ തോമസ് ഐസക്. കാരണം അങ്ങേരുടെ മേഖല ബാലഗോപാലാണല്ലോ ഇപ്പോഴത്തെ മന്ത്രി. ബാലഗോപാൽ ആദ്യം ഈ കിഫ്ബിയെ പറ്റി അത്ര താല്പര്യമില്ലാതെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ കിഫ്ബി വീണ്ടും ബജറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത് കിഫ്ബി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികളല്ല നടപ്പാക്കിയത്, എക്സ്പെൻഡിച്ചർ മാത്രമേ ഉള്ളൂ. ഈ സ്കൂൾ കെട്ടിടവും പാലം പണിയും ഇങ്ങനത്തെ. അത് സ്കൂൾ കെട്ടിടമൊക്കെ ആവശ്യമാണ്, പക്ഷെ അതിൽ നിന്ന് എന്ത് വരുമാനം ഉണ്ടാവും എന്നുള്ളതാണ്. വരുമാനം ആകെ ഉണ്ടാവുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ആ ഭാഗത്ത് മാറ്റമൊന്നുമില്ല, അതൊരു സഖാക്കളുടെ പ്രസ്ഥാനമാണല്ലോ. അപ്പൊ കിഫ്ബി എന്നുള്ളത് ഈ ബജറ്റിന്റെ പുറത്ത് നമുക്ക് പലതും കാട്ടിക്കൂട്ടാം എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് അത് വന്നത്. അത് വലിയ പുലിവാലായിട്ടാണ് കിടക്കുന്നത്. കാരണം ഇപ്പോ ഈ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മറ്റേ കൊല്ലത്ത് അവതരിപ്പിച്ച രേഖയുണ്ടല്ലോ, ആ രേഖയിൽ ഈ കിഫ്ബി വഴി പണിത പാലത്തിന്റെ ആ ഭാഗത്തൊക്കെ ടോള് പിരിക്കാം എന്നുള്ള ആശയം പറഞ്ഞിട്ടുണ്ട്. കിഫ്ബി വഴി നിർമ്മിച്ച എല്ലാ റോഡുകളിലും ടോൾ പിരിക്കാന്ന് വരുന്നുണ്ട്. സെസ് കൂട്ടുക, എല്ലാത്തിനും സെസ് കൂട്ടുക, ഒരു സെസ് രാജായിട്ട് മാറ്റുക. പിന്നെ ഫീസിന് അത് ഭയങ്കര ഫീസുകൾ ഏർപ്പെടുത്താൻ പോകുന്നു. അതിന് ജനങ്ങളെ വരുമാനം അനുസരിച്ചിട്ട് പല തട്ടുകളായിട്ട് തിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് മനസ്സിലാകാത്ത കാര്യം. ജനങ്ങളെ രണ്ടാക്കി തിരിക്കുന്ന പരിപാടിയാണ് മാർക്സിസം, മുതലാളിയിൽ നിന്നും തൊഴിലാളിയിൽ നിന്നും. ഇത് അതിനേക്കാൾ കൂടുതൽ തട്ടുകൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിസമായിട്ട് ഒരു ബന്ധമില്ലാത്ത പരിപാടികളാണ് ആ രേഖയിടകത്തുള്ളത്. അല്ല, ഏതായാലും എനിക്ക് തോന്നുന്നത് സർക്കാരിന് ഈ 10 വർഷം വെറുതെ പാഴാക്കി. 10 വർഷം കൊണ്ട് കഴിഞ്ഞ കൊല്ലം ചെയ്ത പോലെ തന്നെ ഈ സുപ്രീം കോടതി പറഞ്ഞിട്ട് ചെയ്തില്ലേ, അടുത്ത കൊല്ലത്തെയും കൂടി അതിൽ നിന്നുള്ള ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കാന്നല്ലാതെ ഇപ്പോ അതാരും കൊടുക്കാനാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.